ഒരു മുഅ്മിനായ മനുഷ്യന്റെ, വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിലെ അന്തസ് എന്ന് പറഞ്ഞാൽ, ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത് അവന്റെ ദീനിലാണ്. ദീനും ദീനിന്റെ അടയാളങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാഭിമാനത്തിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും അവന്റെ ദീനിൽ അന്തസ്സുള്ളവനായിരിക്കണം. അവൻ പിൻപറ്റുന്ന ദീനീയായ അമലുകളിലും അടയാളങ്ങളിലും അവന് ആത്മാഭിമാനമുണ്ടാവണം. നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്. ദീനിയായ കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യുന്നവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ദീൻ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ മേഖലയിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു അഭിമാനമുണ്ടാവണം, ഒരു ഇസ്സത്ത് ഉണ്ടാവണം. ഒരു സത്യവിശ്വാസിയുടെ ദുനിയാവിലെ ഇസ്സത്ത് എന്നത് തീർച്ചയായും അല്ലാഹു തആല വെച്ചിരിക്കുന്നത് അവന്റെ ദീനിലാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പുതിയ കാലഘട്ടം, പുതിയ സംസ്കാരങ്ങൾ, നമ്മളുടെ ഇടയിൽ വളർന്നു വരുന്ന പുതിയ ഒരു സാമൂഹ്യ പശ്ചാത്തലം ദീനിനെയും ദീനിന്റെ അടയാളങ്ങളെയും വളരെ വികലമാക്കി നമ്മളുടെ മുമ്പിൽ പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. പലരുടെയും അജണ്ടകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദീനിനെയും ദീനിന്റെ അടയാളങ്ങളെയും ആത്മാഭിമാനത്തിന്റെ ലക്ഷണങ്ങളാക്കേണ്ടതിന് പകരം അതൊന്നും അത്രമേൽ പിന്തുടരപ്പെടേണ്ട ഒന്നല്ല എന്ന പൊതുബോധം സൃഷ്ടിക്കുന്നതിലേക്ക് പുതിയ കാല സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ കൊണ്ടുചെന്ന് ചേർക്കുന്നുണ്ട്. ദീൻ ഇസ്സത്താണ് എന്ന് ഒരു വശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിലാണ് നമുക്ക് മുൻഗാമികൾക്ക് ഇസ്സത്ത് ലഭിച്ചത് എന്ന് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, മറുവശത്ത് ദീനീയായ അടയാളങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കൽ അത്രമേൽ അഭിമാനത്തിന്റെ കാര്യമൊന്നുമല്ല. എന്തിനേയും ഏതിനേയും ദീനുമായി ബന്ധപ്പെടുത്തി വിവാദങ്ങൾ ഉണ്ടാക്കി ആ വിവാദങ്ങൾക്ക് ദീനിന്റെ വക്താക്കൾക്ക് മറുപടി പറയേണ്ടി വന്ന് ആ മറുപടികൾ പിന്നീട് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമായി ആ ചർച്ചകൾ അവസാനം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വികലമാക്കി അവതരിപ്പിക്കപ്പെടുന്ന കലുഷിതമായ ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. അധികം കാലം മുമ്പത്തെ സംഭവങ്ങളോ ചരിത്രങ്ങളോ അല്ല. നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയിലുണ്ടായ ഒരുപാട് സംഭവങ്ങൾ ഉദാഹരണമായി പറയാൻ കഴിയും സഹോദരങ്ങളെ. ആ സംഭവങ്ങളൊന്നും പരിശുദ്ധ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത സംഭവങ്ങളാണ്. ഇസ്ലാമിന്റെ തത്വങ്ങളുമായോ അടിസ്ഥാനങ്ങളുമായോ ബന്ധപ്പെട്ട ചർച്ച ഉയർന്ന വിഷയങ്ങളല്ല. പക്ഷെ അവിടെയും ഒരു വലിയ ഫോബിയ, പടിഞ്ഞാറ് പയറ്റി മടുത്തു കിടക്കുന്ന പല മാധ്യമങ്ങളും തുരുമ്പു പിടിച്ച ആയുധം എന്ന് വിശേഷിപ്പിച്ച വിശുദ്ധ ഇസ്ലാമിനെ ഒരു പേടിയായി, അതൊരു ഭീതിയായി, അത് ഭീകരതയുടെ അടയാളമായി, മുസ്ലിമീങ്ങൾ ഒരു ശല്യക്കാരായി, മുസ്ലിമീങ്ങൾ സാധാരണ നിലയിൽ
രണ്ടായി തരംതിരിപ്പിക്കപ്പെട്ട് ഒരു വിഭാഗം മുസ്ലിമീങ്ങൾ കുഴപ്പമില്ല, അവർ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നവരാണ്, അവർ ദേശീയ മുസ്ലിമീങ്ങളാണ്, ഗുഡ് മുസ്ലിംസ് ആണ്. എന്നാൽ മറുവിഭാഗം അങ്ങനെയല്ല, അവര് കുറച്ച് ഓർത്തഡോക്സ് ആണ്, കണിശമായ നിലയിൽ ദീനിനെ പിൻപറ്റുന്നവരാണ്, അവര് ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിമീങ്ങളല്ല. ഗുഡ് ബാഡ് എന്ന് പറയുന്ന ഒരു തരംതിരിവുണ്ടാക്കിയെടുത്ത് വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ വികലമായ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് സഹോദരങ്ങളെ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. പല മേഖലകളിലും കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് അത്തരം വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെ ഇന്ന് നിങ്ങളോട് ഈ വിഷയം സംസാരിക്കുന്നത്. അടിസ്ഥാനപരമായി മുഅ്മിനീങ്ങളായ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അടിസ്ഥാനമാണ്, ശാഖാപരമല്ല, അസ്ലാണ്, ഫറഅല്ല. നമുക്ക് അല്ലാഹു തആല ഈ ദുനിയാവിൽ ഏതെങ്കിലും നിലയിലുള്ള അഭിമാനം മുസ്ലിം എന്ന പേരിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അടിവരയിട്ട് മനസ്സിലാക്കിക്കോളീൻ. ചരിത്രത്തിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ ആരംഭം മുതൽ, അല്ലെങ്കിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുതൽ, നുബുവ്വത്ത് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഇസ്ലാമിക ചരിത്രം ഏതെല്ലാം ദശയിൽ, ഏതെല്ലാം മേഖലയിൽ ഉന്നതി പ്രാപിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയുമോ, ആ മുഴുവൻ ഉന്നതികളിലും മുഅ്മിനീങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അവർ ദീനിനെ, പരിശുദ്ധ ഇസ്ലാമിനെ ഇസ്സത്തോടെ നെഞ്ചിലേറ്റിയതുകൊണ്ട് മാത്രമാണ്. ദീനിൽ അവർ അഭിമാനം കണ്ടതുകൊണ്ട് മാത്രമാണ്. ദീനിന്റെ അടയാളങ്ങളിൽ അഭിമാനം കണ്ടതുകൊണ്ട് മാത്രമാണ്. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു പാഠമാണ്. ഖുർആൻ പറയുന്നുണ്ട് നമ്മളോട്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ, അഭിമാനം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അടുക്കലാണ്, അത് അല്ലാഹുവിന്റെ റസൂലിനാണ്, അത് മുഅ്മിനീങ്ങൾക്കാണ്. പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഇസ്സത്ത് മുഅ്മിനീങ്ങൾക്കാണ്. ഈമാൻ, അതിലൂടെ മാത്രമാണ് മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടാവുക. ഇസ്ലാമിന്റെ അടയാളങ്ങളെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുകയും അത് അഭിമാനത്തോടുകൂടി നിലനിർത്തുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്കാണ് അല്ലാഹു ഇസ്സത്ത് നൽകുക. മുൻഗാമികളിൽ ചില പണ്ഡിതന്മാർ ഇങ്ങനെ എഴുതി വെച്ചു, അന്നാസു യത്ലുബൂനൽ ഇസ്സത ബി അബ്വാബിൽ മുലൂക്. രാജാക്കന്മാരുടെ വാതിലുകളിൽ, അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ജനങ്ങൾ അവരുടെ അഭിമാനത്തെ പ്രതീക്ഷിക്കുകയാണ്, അന്വേഷിക്കുകയാണ്. അവരോട് ചേർന്ന് നിൽക്കുന്നതാണ് അഭിമാനം എന്നവർ മനസ്സിലാക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് വെച്ചിരിക്കുന്നത് വലാ യജിദൂനഹാ ഇല്ലാ ബിത്വാഅത്തില്ലാഹി സുബ്ഹാനഹു വ തആല. അല്ലാഹുവിനെ അനുസരിക്കൽ കൊണ്ടല്ലാതെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഇസ്സത്ത് വെച്ചിട്ടേയില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവர்கள், സഹോദരങ്ങളെ, അന്നും ഇന്നും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഇന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തിന്റെ, അഭിമാനത്തിന്റെ ഒരു പ്രതീകമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ന പേര് കേൾക്കുമ്പോൾ ഈമാനുള്ള ഒരു മനുഷ്യന് രോമാഞ്ചം ഉണ്ടാവും. അത് വസ്തുതയാണ്. 10 വർഷം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫയായിരുന്നു, അമീറുൽ മുഅ്മിനീനായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇസ്ലാം സ്വീകരണം മുതൽ മഹാനവറുകളുടെ മരണം വരെയുള്ള ജീവിതം മുഴുവനും മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്താണ്, മുഅ്മിനീങ്ങൾക്ക് അഭിമാനമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവர்கள் ഷാം കീഴടക്കുന്ന വേളയിൽ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അവர்கள் വലിയ പ്രതീക്ഷയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാത്തിരിക്കുകയാണ് ഷാമിലേക്ക് വരവേൽക്കുവാൻ വേണ്ടി. മദീനയിൽ നിന്നുള്ള യാത്രയുണ്ട്, സംഭവ ബഹുലമായ യാത്രയാണ്.
ഉമർ റളിയല്ലാഹു തആല അൻഹു അവர்கள் ഷാമിന്റെ വാതിൽക്കൽ എത്തുമ്പോൾ സ്വീകരിക്കാൻ മഹാനവറുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അവர்கள். സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവர்கள் കണ്ണം ധരിച്ചിരിക്കുന്ന, തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന ഒരു കമീസ് ധരിച്ചിരിക്കുന്നത് കണ്ട് വലിയ കോട്ടകൾ, കൊത്തളങ്ങൾ വാഴുന്ന പാത്രിയാർക്കീസ് ബാബയുടെ അടുക്കൽ നിന്ന് പരിശുദ്ധമായ ഷാമിന്റെ, ഫലസ്തീനിന്റെ ചെങ്കോൽ ഏറ്റുവാങ്ങാൻ പോകുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അവர்கள் പറഞ്ഞുവെന്നാണ്, തങ്ങളെ ആടയുടയാടകളും അലങ്കാരങ്ങളും ആഭരണങ്ങളും ഏറെ അണിഞ്ഞ് പളപളാമിന്നുന്ന വസ്ത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ നമുക്കൊരു നല്ല വസ്ത്രമാകാമല്ലോ, നമുക്കൊന്ന് വൃത്തിയായി നല്ല പുതിയ വസ്ത്രം ധരിച്ച് അവിടേക്ക് ചെല്ലണമല്ലോ. നമ്മൾ ദീനിനെ പ്രതിനിധീകരിക്കുന്നവരല്ലേ, നമ്മൾ ദീനിനെ പ്രതിനിധീകരിക്കുന്നവരല്ലേ. ഒരൽപ്പം അഭിമാനത്തോടെ, ഇസ്സത്തോടെ, ദീനിന്റെ ഇസ്സത്ത് നമ്മളുടെ പോക്കിലും വരവിലുമെല്ലാം കാണണമല്ലോ. ഇസ്സത്ത് അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അവர்கள் തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ഒരു തിരുത്തുണ്ട്. അബൂ ഉബൈദ, നമ്മൾ ആരായിരുന്നു? നമ്മൾ ഒരു വിലയുമില്ലാത്തവരായിരുന്നു. എനിക്കും നിനക്കും എന്തെങ്കിലും ഇസ്സത്ത് ഈ ദുനിയാവിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിലൂടെ മാത്രമുണ്ടായ ഇസ്സത്താണ്. കുന്നാ അദല്ല ഖൗമിൻ ഫഅഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം വമഹ്മാ നത്ലുബുൽ ഇസ്സ ബിഗൈരി മാ അഅസ്സന അല്ലാഹു ബിഹി അദല്ലന അല്ലാഹ്. അല്ലാഹു നമ്മളെ ഇസ്സത്തിലാക്കിയത് ഈ ദീൻ കൊണ്ടാണ്. അതല്ലാത്ത മറ്റെന്തെങ്കിലും അടയാളങ്ങളിൽ നീ ഇസ്സത്ത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തെറ്റിയത് നിനക്കാണ്, തെറ്റുന്നത് നമുക്കാണ്. അതല്ലാത്ത കാരണങ്ങളിൽ ഇസ്സത്ത് തേടിക്കൊണ്ട് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു നമ്മളെ നാണം കെടുത്തിക്കളയും അബൂ ഉബൈദ എന്ന് പറഞ്ഞ് മഹാനവറുകൾ തിരുത്താണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അവர்கள். സഹോദരങ്ങളെ, ഈ അഭിമാനം എന്ന് പറയുന്ന ഇസ്സത്ത്, ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ കൺസെപ്റ്റാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ വാക്കിൽ നമുക്ക് വായിക്കാൻ കഴിയുക. അതിന്റെ ആശയം ദീനിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. അതാണ് വസ്തുത, അതാണ് ഫാക്ട്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും, സഹോദരങ്ങളെ, മുസ്ലിം എന്ന ആ ഒരു ശീർഷകത്തിൽ നിന്നുകൊണ്ട്, ആ ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും നിലയിലുള്ള ഇസ്സത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അടിവരയിട്ട് മനസ്സിലാക്കണം, അത് ദീനിനെ അടിസ്ഥാനപരമായ നിലയിൽ മനസ്സിലാക്കി ദീനിന്റെ അടയാളങ്ങളിലൂടെ ലഭിക്കുന്ന ഇസ്സത്ത് മാത്രമേ ഇസ്സത്താവുകയുള്ളൂ, ആത്യന്തികമായ നിലയിൽ. അതല്ലാത്തതിൽ നമ്മൾ ഇസ്സത്ത് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് പുതിയ സാഹചര്യത്തിൽ, പുതിയ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ ഈ ദീനിന്റെ ഇസ്സത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി തീർച്ചയായും നമ്മൾ മാറണം. കാരണം ഞാൻ കഴിഞ്ഞ 2-3 മാസത്തെ കണക്കുകൾ പറയുന്നത്, ആ 2-3 മാസങ്ങൾ ആവർത്തിക്കുന്നത്, കഴിഞ്ഞ ഈദിന്റെ സന്ദേശത്തിലും ആ വിഷയം ആവർത്തിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. അതിരൂക്ഷമായ നിലയിൽ ഏത് സംഭവമുണ്ടായാലും ആ സംഭവം ഉണ്ടാകുന്നതിനെ, ആ സംഭവത്തെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ചേർത്തുകൊണ്ട് വികലമാക്കി അവതരിപ്പിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം ഇന്ന് നിലവിലുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത്തരം സംഭവങ്ങൾ, വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മളിലൂടെ കടന്നുപോകുന്നുണ്ട്. സമദാനി സാഹിബ് ഒരു തൊപ്പി ധരിച്ചുകൊണ്ട് ഇലക്ഷന് പ്രചാരണത്തിന് ഇറങ്ങിയപ്പോ, ഇതെന്താണ് പൊന്നാനിയിൽ ഇങ്ങനെ ഒരു തൊപ്പി എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു വാർത്താ അവതാരകൻ. സമദാനി സാഹിബ് അതിന് നൽകുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി ഈ തൊപ്പി സുന്നത്തായതുകൊണ്ട് ഞാൻ ധരിച്ചതാണ് എന്ന മറുപടിയല്ല. ഞാനൊരു ചെറിയ സംഭവം സൂചിപ്പിക്കുകയാണ്. ഇന്ത്യൻ ദേശീയതയിൽ ഈ തൊപ്പിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇത് ദേശീയതയുടെ അടയാളമാണ്. ഞാൻ ആ ദേശീയതയുടെ അടയാളത്തിലാണ് ഈ തൊപ്പി ധരിക്കുന്നത്. വെറ്ററിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥി മരണപ്പെടുന്ന ഒരു സംഭവമുണ്ട്, പൂക്കോട്. ആ സംഭവത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വലിയ വിവാദങ്ങളുണ്ടായി, വലിയ ചർച്ചകളുണ്ടായി. ആ ചർച്ചകളുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് മുസ്ലിമീങ്ങളായ
എന്നാൽ ദീനുമായി ബന്ധപ്പെട്ടവരൊന്നുമല്ല. ചില കുട്ടികളുടെ പേരുകൾ ഉയർന്നു വന്നപ്പോ അത് പിന്നെ താലിബാൻ മോഡൽ കൊലപാതകമായി വാർത്താ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടുക്കുകയാണ്. ചർച്ചകൾ അങ്ങനെ മാറുകയാണ്. പിന്നെ അതിനെ താലിബാനിലേക്ക് ബന്ധപ്പെടുത്തുകയാണ്. ഒരു കോളേജ് മാഗസിന്റെ പുറംചട്ടയായി ഫലസ്തീനിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇൻതിഫാദ എന്ന് പേരിട്ടപ്പോ, ഇൻതിഫാദ അതൊരു അറബി നാമമാണ്. ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയുടെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ്. പേരാണ് ഇൻതിഫാദ. അങ്ങനെ ഒരു പേരിട്ടപ്പോ, ആ അറബി നാമം ഇട്ടപ്പോ, അറബി ഭാഷയോട് ഇത്രയും അസഹിഷ്ണുത എന്തിനാണ്? അതൊരു ഭാഷയല്ലേ? മറ്റൊരു ഭാഷയോടും ഇല്ലാത്ത അസഹിഷ്ണുത അറബിയോടുണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇൻതിഫാദ എന്ന പേര് കേരളം അത്രയധികം ചർച്ച ചെയ്തത്? ഫലസ്തീൻ അനുകൂല വികാരം എന്ന് പറഞ്ഞാൽ, അനുകൂല സന്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ, അനുകൂലമായ പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, അത് ഫലസ്തീനിൽ മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നത് ഈമാനുള്ളവർക്ക് വേദന ഉണ്ടാകും. അതൊരു വസ്തുതയാണ്. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു വേദനയും വിഷമവും ഉണ്ടാകുമ്പോ ഫലസ്തീൻ അനുകൂല തരംഗം സൃഷ്ടിക്കുന്നവർ ജിഹാദികളാണ്, ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെ സോഷ്യൽ മീഡിയകളിൽ ഈ ഇസ്രായേൽ അനുകൂല വാർത്താ മാധ്യമങ്ങളും അത്തരത്തിലുള്ള ചാനലുകളും അത്തരത്തിലുള്ള പോസ്റ്ററുകളും ഇത്രമേൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം എന്താണ്? അതെങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്രമേൽ ചർച്ചയായി ഫലസ്തീൻ വിഷയം മാറുന്നത്? സഹോദരങ്ങളെ, പൂഞ്ഞാറിലൊരു സംഭവം ഉണ്ടായി. 1 വർഷം മുമ്പാണ് ആ സംഭവം ഉണ്ടായത്. ആരാണ് ആ സംഭവം? എന്താണ് ആ സംഭവം? ഞാൻ വിശദീകരണത്തിനില്ല. ഈ കഴിഞ്ഞ മാർച്ചിലും അത് ഗംഭീരമായ നിലയിൽ ഒരു പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, ആ പ്രദേശത്ത് താമസിക്കുന്നവർ ബഹുഭൂരിപക്ഷവും മുസ്ലിമീങ്ങളാണ്. എന്തിനാണ് ഈരാറ്റുപേട്ടയോട് ഇത്രയും അസഹിഷ്ണുത? അതെന്തുകൊണ്ടാണ് വാർത്തയിൽ ഇത്രയും ചർച്ചയാകുന്നത്? എന്തുകൊണ്ടാണ് മലപ്പുറത്തെ ഫുട്ബോൾ കളിക്കിടയിൽ ഒരു നൈജീരിയൻ കളിക്കാരന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോ ആക്രമിച്ചവർ ഫുട്ബോൾ കാണാൻ വന്നവരല്ലേ? ഫുട്ബോൾ കളിയും അതിന്റെ വൈകാരികതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലേ? എന്തിനാണ് അതിനെ ഇസ്ലാമിക തീവ്രവാദവുമായി ചേർത്ത് വായിച്ച് ഇവിടെ എത്രയോ പത്രങ്ങളാണ്, എത്രയോ മാധ്യമങ്ങളാണ് അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർത്തിവിട്ടത്? സഹോദരങ്ങളെ, കറുപ്പ് വെളുപ്പ് നിറത്തിന്റെ ഒരു വിഷയം ഒരു നൃത്തവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടായല്ലോ. ഞാൻ ആളുകളുടെ പേരുകളൊന്നും പറയില്ല. ഇത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്, വെള്ളിയാഴ്ചയിലെ സന്ദേശമാണ്. ഒരാളുടെയും പേര് പറയില്ല. അങ്ങനെ ഒരു വിവാദം ഉയർന്നപ്പോ ആ വിവാദവുമായി ബന്ധപ്പെട്ട് അനുകൂലമായി പ്രതികൂലമായി നിരവധി ചർച്ചകൾ ഉണ്ടായപ്പോ, സഹോദരങ്ങളെ, ഒരു വശത്ത് നിന്നും മറ്റൊരു ചർച്ച ഉയർന്നു വരികയാണ്. ചങ്ങനാശ്ശേരി പള്ളിയിൽ വിശുദ്ധ ഇസ്ലാമിലും അങ്ങനെയുള്ള കുറെ വിവേചനങ്ങൾ ഉണ്ടത്രേ. പിന്നെ ചർച്ചയായത് അച്ചർച്ചകളാണ്. ആലോചിച്ച് നോക്കുക. പിന്നെ ചർച്ചയായത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോമ്പ് വെച്ച് ഒരു വിദ്യാർത്ഥിനി, നോമ്പിന്റെ കാലത്ത് ഒരു വിദ്യാർത്ഥിനി കുഴഞ്ഞു വീഴുന്നു. സഹോദരങ്ങളെ, ആ ചർച്ചയുണ്ടായത് നോമ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിന്റെ കാടത്തമാണ്. 6-ാം നൂറ്റാണ്ടിലാണ്, ഇപ്പോഴും ബസ് കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ്. സഹോദരങ്ങളെ, ആ ചർച്ചകൾ ഉയർത്തുന്നത് മുസ്ലിം നാമം തേറുന്ന എക്സ് മുസ്ലിംസിന്റെ കൂട്ടായ്മകളാണ്. അവര് പോലും മനസ്സിലാക്കുന്നില്ല എന്ന് ആ മുസ്ലിം നാമത്തിൽ നിന്ന് മാറി മറ്റൊരു നാമത്തിലേക്ക് അവർ മാറുന്നു. അന്ന് അവന്റെ അഡ്രസ് കീറുകയാണ് എന്ന് ഈ പറയുന്നവൻ പോലും തിരിച്ചറിയുന്നില്ല. അലി അക്ബർ എന്ന പേരിൽ ഒരു ആളുണ്ടായിരുന്നല്ലോ. അദ്ദേഹം അയാളുടെ പേരിൽ നിന്ന് മാറി രാമഹംസനോ അങ്ങനല്ലേ ആ പേരിലേക്ക് മാറിയപ്പോ പിന്നെ അയാൾ പിന്നെ ചിത്രത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടോ? നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ആരിഫ് ഹുസൈനും ലിയാഖത്ത് അലിയും അതേ അവസ്ഥയിൽ തന്നെയാണ്. എന്നാ പേരിൽ നിന്ന് മറ്റൊരു പേരിലേക്ക് അവർ മാറുമോ? പിന്നെ അവർ ചർച്ചയില്ല, പിന്നെ അവർക്ക് പ്രസക്തിയില്ല. സഹോദരങ്ങളെ, ലക്ഷ്യം വെക്കപ്പെടുന്നത് ആ ഒരു വിഷയമാണ്. ഇസ്ലാമിന്റെ ബലികർമ്മം ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചർച്ചകളാണ്, ഏതെല്ലാം നിലയിലുള്ള വിവാദങ്ങളാണ്. ഇസ്ലാമിക ശരീഅത്തിലെ ബ്ലഡ് മണി, ശരീഅത്തിൽ ആ റഹീം എന്ന് പറയുന്ന സഹോദരനെ മോചിപ്പിക്കാൻ 32 കോടി രൂപ അല്ലേ കേരളം മുഴുവനും ഒരൊറ്റ മെയ്യായി നിന്നുണ്ടാക്കി കൊടുത്തുവല്ലോ. സഹോദരങ്ങളെ, തുടർന്ന് അങ്ങോട്ട് ചർച്ചയുണ്ടായില്ലേ ബ്ലഡ് മണിയെ കുറിച്ച്?
ഇസ്ലാമിന്റെ ശരീഅത്തിലെ ബ്ലഡ് മണിയെ കുറിച്ച് ഏത് ചർച്ചയാണ് ഉണ്ടായത്? ആ ദിയയെ കുറിച്ച് ഇസ്ലാമിക ശരീഅത്തിനെ ഏത് അവസ്ഥയിലേക്കാണ് അത് കൊണ്ടുപോയി എത്തിച്ചത്? എന്താണ് അതിന്റെ ന്യായം? ആ ന്യായം ചർച്ച ചെയ്യാൻ ഇവിടെ ആരുമില്ല. സഹോദരങ്ങളെ, ഏതെല്ലാം നിലയിൽ ഞാൻ ഈ എണ്ണി പറയുന്നത് എഴുതി വെച്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ട എന്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ്. മാറാട് കലാപത്തിന്റെ വാർഷികമായിരുന്നു ഈ കഴിഞ്ഞ ഏപ്രിലോ മെയ് മാസത്തിൽ. അതുമായി ബന്ധപ്പെട്ടുണ്ടായ എത്രയോ ചർച്ചകൾ. അവിടെയെല്ലാം പ്രതിസ്ഥാനത്ത് ഇസ്ലാം, മുസ്ലിം നാമധാരിയായ അല്ലെങ്കിൽ മുസ്ലിം നാമം പേറുന്ന, നാമധാരി എന്ന് ഞാൻ പറയുന്നില്ല, ഉള്ളറിയുന്നവൻ അല്ലാഹുവാണല്ലോ, മുസ്ലിം നാമം പേറുന്ന ഒരു സിനിമാ നടൻ അദ്ദേഹത്തിന്റെ പ്രൊഫഷനിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ സിനിമാ നടൻ എത്ര വലിയ ഭീകരവാദിയായി മാറുന്നു ഇല്ലേ? വേറൊരു സിനിമാ നടൻ ഇസ്ലാമിനെ എത്രത്തോളം അവർ പേറുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം ഫലസ്തീനിന് അനുകൂലം വെച്ചുകൊണ്ട് ഒരു കഫിയെ ധരിച്ചുകൊണ്ട് ഫോട്ടോ ഇട്ടു. അയാളുടെ വാളിൽ എഴുതിയത് സുഡാപ്പി ഫ്രം കേരള എന്നാണ്. ചോദിക്കപ്പെട്ടു ഇന്റർവ്യൂ ചെയ്യുന്നവർ, എന്തിനാണ് അങ്ങനെ എഴുതിയത്? അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എനിക്കറിയാം ഈ ഫോട്ടോയുടെ താഴെ വരുന്ന കമന്റുകളിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ തന്നെ അത് ആദ്യം എഴുതിയത് എന്ന്. ഈ പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാമിനെ ഈ നിലയിൽ ചർച്ചകളുടെ എക്കണോമിക് ജിഹാദ്, സാമ്പത്തിക ജിഹാദ്, കഴിഞ്ഞ ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയം നരേന്ദ്രമോദി സഹിതം എടുത്തുന്നയിച്ചത് ആ വിഷയങ്ങളാണ്. സഹോദരങ്ങളെ, ശ്രദ്ധയിൽപ്പെട്ട 20ഓളം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധയിൽപ്പെടാത്ത, എന്നേക്കാൾ നന്നായി രാഷ്ട്രീയം വീക്ഷിക്കുന്ന, എന്നേക്കാൾ നന്നായി സാമൂഹിക പശ്ചാത്തലം വീക്ഷിക്കുന്നവരാണ് നിങ്ങൾ, നന്നായി വായിക്കുന്നവരാണ് നിങ്ങൾ. സഹോദരങ്ങളെ, ഈയിടെയായി ഞാൻ ഈ പറഞ്ഞതിന് ഡേറ്റ് കൃത്യമായി ഞാൻ പറയാം. കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസത്തെ മാത്രമാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ മുഴുവനും. 3 മാസത്തെ മാത്രമാണ്. ഇത്തരമൊരു പശ്ചാത്തലം ഉരുണ്ടുവരുന്നുണ്ട്. നേരത്തെയും നമുക്ക് ആശങ്കയുണ്ട്. പക്ഷെ ഈയിടെയായി ആ ആശങ്കയും ഏത് സംഭവം ഉണ്ടായാലും ആ സംഭവത്തെ കൈകാര്യം ചെയ്യപ്പെടുന്നത് വിശുദ്ധ ഇസ്ലാമിലേക്ക് തട്ടിച്ചുകൊണ്ടാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന തുരുമ്പ് പിടിച്ച ഒരായുധമുണ്ട്. സെപ്റ്റംബർ 11 മുതലേ ഉണ്ടത്. സെപ്റ്റംബർ 11 മുതലാണ് അത് കൂടുതൽ ചർച്ചയാകുന്നത്. ഇസ്ലാം ഒരു ഭീകരമായ പ്രത്യയശാസ്ത്രമായി അവതരിപ്പിക്കപ്പെടുക, മുസ്ലിമീങ്ങൾ ഒരു പൊതുശല്യക്കാരായി പരിഗണിക്കപ്പെടുക, മുസ്ലിമീങ്ങളുടെ ജനസംഖ്യ അതൊരു ആശങ്കാകുലമായ നിലയിൽ സഹോദരങ്ങൾക്ക് മുമ്പിൽ, സഹോദര സമുദായങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ ഇന്ത്യയിലും അത് കണ്ടു. മുസ്ലിമീങ്ങൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക, ദേശസുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് പല ആനുകൂല്യങ്ങളും മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായി തടയപ്പെടുക, ഈ അൾട്രാ സെക്യുലർ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക, നല്ല മുസ്ലിം, മോശമായ മുസ്ലിം എന്ന് പറയുന്ന ഒരു വേർതിരിവുണ്ടാക്കിയെടുക്കുക. ഇത്തരം ആശയങ്ങളോട് ചേർന്ന് നിന്ന് മിണ്ടാതെ പോകുന്നവർ നല്ലവർ, എന്തെങ്കിലും പറയുന്നവർ അവൻ മോശക്കാരൻ, അവൻ ജിഹാദി. ഇസ്ലാമികമായ അറബി നാമങ്ങളെ സഹോദരങ്ങളെ, കേരളത്തിൽ അത് വളരെ കൂടുതലാണ്. അറബി പ്രയോഗങ്ങൾ അനാവശ്യമായ നിലയിൽ വിവാദത്തിനും ഭീകരതയ്ക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോരോ അറബി പദങ്ങൾ ഓരോ വിഷയത്തിലും അങ്ങനെ ഇതൊരു വിവാദമായി, ഭീകരതയുടെ അടയാളമായി അത്തരമൊരു സാമൂഹ്യ പശ്ചാത്തലം ഒരുക്കുവാൻ വേണ്ടിയിട്ട് ഒരു വലിയ അജണ്ട ഇന്ന് പുതിയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്, കേരളത്തിലുണ്ടാകുന്നുണ്ട്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളായ നമ്മൾ അതിന് നൽകേണ്ട മറുപടി നമ്മുടെ ജീവിതം കൊണ്ടാവണം ഒന്നാമത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ദീനിൽ ഇസ്സത്ത് ഉണ്ടാവണമെന്ന്. തൊപ്പിവെച്ച് പൊതുസമൂഹത്തിൽ നിൽക്കുന്നത് എത്രത്തോളം ഇസ്സത്തുള്ള ഒരു കാര്യമായി നിങ്ങളുടെ മനസ്സ് പറയുന്നു? മനസ്സിനോട് ചോദിക്ക്, അതിൽ നിങ്ങൾക്ക് ഇസ്സത്ത് കാണാൻ സാധിക്കുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും ആ വിഷയത്തിൽ ഇസ്സത്തുണ്ടോ? ഇസ്സത്തില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഇരയാണ്, അറിയാതെ ഇരകളായി മാറിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, നമ്മളുടെ മുൻ തലമുറയിൽ, തൊട്ടു മുമ്പുള്ള തലമുറ നല്ല ദീനീയായ അടയാളങ്ങളിൽ, ഷിയാറുകളിൽ കച്ചവടം നടത്തിയിരുന്ന എത്രയോ ആളുകൾ ഇന്നും
നമ്മൾ അഭിമാനത്തോടെ ആ വ്യക്തികളുടെ പേരുകൾ നമുക്കിടയിൽ ചർച്ചയാക്കുന്നുണ്ട്. അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളും പറയുന്നുണ്ട്, ആ ഹാജിയാരുടെ കടയിൽ പോയാൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഹാജിയാരുമായി സാമ്പത്തിക ഇടപാട് നടത്തിയാൽ 100% വിശ്വസ്തനാണ്. അദ്ദേഹത്തിന് ധാടി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് തൊപ്പി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ തസ്ബീഹ് ഉണ്ടായിരുന്നു, നെറ്റിയിൽ നിസ്കാര തഴമ്പുണ്ടായിരുന്നു. ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നില്ല. ഇന്നങ്ങനെയാണോ? ഇന്നങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അറിയാതെ ഈ അപരവൽക്കരണത്തിന്റെ ഇരകളായി മാറിയിട്ടുണ്ട്. എപ്പോഴും സാമ്രാജ്യത്വം വിജയിക്കുന്നത് ഒരു ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ടാണ്. മറുഭാഗത്ത് ഒരു ശത്രുവിനെ സൃഷ്ടിക്കുക. പുതിയ കേരളീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ, സഹോദരങ്ങളെ, പലരുടെയും അപരവൽക്കരണത്തിന്റെ ഭാഗമാണ്. ഈ പറയുന്നത് ചില വസ്തുതകളാണ് കേട്ടോ. എന്നേക്കാൾ നന്നായി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പലതും നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങൾ കൊണ്ടാണ്. ഒരാളുടെ വിവാദമാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ചയായി കേരളം കുറെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിഷയമാണ്. സംവാദത്തിന് വെല്ലുവിളിക്കാണ്. ഒരാളങ്ങനെ പറഞ്ഞു, മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ എല്ലാ അവകാശങ്ങളും കൊണ്ടുപോവാണ്. ഈ ചർച്ച ഒരു വശത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് മലബാറിലെ മുസ്ലിമീങ്ങൾക്ക്, കുട്ടികൾക്ക് SSLC കഴിഞ്ഞ് +1 പഠിക്കാൻ സീറ്റില്ല, അവിടെ കൊടുക്കാൻ സീറ്റില്ല. തെക്കൻ കേരളത്തിൽ ഇതെന്ത് വ്യത്യാസമാണ് സഹോദരങ്ങളെ? എന്നെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മാറി മാറി വരുന്ന മുഴുവൻ ഭരണകർത്താക്കളും ഇതിൽ പ്രതികളാണ്. ഒരു പാർട്ടിയും ഇതിൽ നിന്ന് ഒഴിവല്ല, ഒരു പാർട്ടിയും ഒഴിവല്ല. എത്ര നാളുകളായി എപ്പോഴൊക്കെ ഈ +1 അലോട്ട്മെന്റ് കടന്നു വരുമോ അപ്പോഴൊക്കെ ഈ വിവാദം ഉയർന്നു വരും. തെക്കൻ കേരളത്തിൽ ആ വിവാദമില്ല. പത്തനംതിട്ടയിലോ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ആലപ്പുഴയിലോ എറണാകുളത്തോ വിവാദമില്ല. തൃശ്ശൂര് വിട്ട് അങ്ങോട്ട് ചെന്നാൽ, മലബാറിലേക്ക് കടന്നാൽ ഈ വിവാദമുണ്ട്. പഠിച്ച് A+ നേടിയ മക്കൾക്ക് പഠിക്കാൻ സീറ്റില്ല, ഇരുത്താൻ ക്ലാസ് മുറിയില്ല. ആ വിവാദം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് മുസ്ലിമീങ്ങളാണ് എല്ലാ അവകാശങ്ങളും കൊണ്ടുപോകുന്നതെന്ന് മറ്റൊരു വിവാദം. ഇത് രണ്ടിലും പ്രതികൾ മുസ്ലിമീങ്ങൾ. ആലോചിച്ച് മലപ്പുറത്തെ ജലപ്പെരുപ്പമാണ് അതിന് കാരണമത്രേ. ഒരാളുടെ കണ്ടുപിടുത്താണ്. സഹോദരങ്ങളെ, ഇത് 1-2 സംഭവങ്ങൾ മാത്രമല്ല. ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടല്ലോ, ഈ സാമൂഹ്യ പശ്ചാത്തലം തീർച്ചയായും നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. അജണ്ടകൾക്ക് അടിസ്ഥാനപ്പെടുത്തി നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. ഇത് വെറുതെയുള്ള ഒരു ഒഴുകിപ്പോക്കല്ല. ഇത് മുഅ്മിനീങ്ങളായ നമ്മൾ തീർച്ചയായും വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. പരിഹാരം എന്ന് പറഞ്ഞാൽ ദീനിലേക്കുള്ള മടക്കം തന്നെയാണ്. ഇസ്സത്തോടെ ദീനിനെ നെഞ്ചിലേക്ക് ചേർക്കലാണ്. അതാണ് ആത്യന്തികമായ പരിഹാരം. ബാക്കി ഭൗതികമായ പരിഹാരങ്ങളിലൊക്കെ ഇടപെടണം. ആത്യന്തികമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ദീനിനെ ഇസ്സത്തോടുകൂടി നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങണം എന്നത് തന്നെയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ അസ്സഹ്മി റളിയല്ലാഹു തആല അൻഹു അവர்கள் ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് റോമക്കാരുടെ തടവിൽ പെട്ടുപോയ ഒരു സഹാബിയാണ്. ആ സഹാബിയോട് റോമയിലെ രാജാവ് പലതരത്തിൽ ദീനിനെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. ദീൻ ഉപേക്ഷിക്കാൻ പറഞ്ഞു, വെറുതെ വിട്ടേക്കാമെന്ന് പറഞ്ഞു. അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു അവர்கள் ഞാൻ ദീനിനെ ഉപേക്ഷിക്കുന്ന പരിപാടിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. സംസാരിച്ച് പേർഷ്യയിലെ റോമയിലെ ആ രാജാവ് അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തു എന്നാണ്: എന്റെ അധികാരത്തിന്റെ, എന്റെ സമ്പത്തിന്റെ പകുതി ഭാഗം നിനക്ക് തന്നേക്കാം, നീ ഇസ്ലാമിനെ ഒഴിവാക്കണം. അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു അവர்கள் പറഞ്ഞു, ഞാനിത് ഒഴിവാക്കില്ല, ഞാനിത് ഹഖായി തിരിച്ചറിഞ്ഞ് ഇസ്സത്തായി എന്റെ ജീവിതത്തിനോട് ചേർത്തതാണ്, ഞാൻ ഒഴിവാക്കില്ല. പിന്നീട് ക്രൂരമായ പീഡനങ്ങളായിരുന്നു. 3 ദിവസം ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിട്ടു. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വല്ലാതെ വിവശനായി അദ്ദേഹം തളർന്ന് മരിക്കാനായപ്പോ സഹോദരങ്ങളെ മദ്യവും പന്നിയിറച്ചിയും കൊണ്ടുപോയി കൊടുത്തു അത്രേ. എന്നിട്ടതാണ് എന്ന് പറയുകയും ചെയ്തു. അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു അവர்கள் ആ സമയത്ത് പറയുന്ന ഒരു മറുപടിയുണ്ട്: ഈ അവസ്ഥയിൽ ഇത് കഴിക്കൽ അല്ലാഹു എനിക്ക് അനുവദിച്ചിട്ടുണ്ട്, ഞാൻ അത്രയും നിർബന്ധിതനാണ്, ഇത് കഴിച്ചില്ലെങ്കിൽ എന്റെ ജീവൻ പോകും എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇത് കഴിക്കില്ല.
കാരണം ഇത് ഞാൻ എന്നെ കഴിപ്പിക്കലാണ് നിങ്ങളുടെ വിജയമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. എന്റെ ദീൻ ഒരു സ്ഥലത്തും പരാജയപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. അദ്ദേഹം അത് കഴിച്ചില്ല. സഹോദരങ്ങൾ, അദ്ദേഹത്തിന് വേറെ ഭക്ഷണം കൊടുത്തു. അദ്ദേഹത്തിന്റെ ഈ ഉറച്ച തീരുമാനം പിന്നീട് രാജാവ് അതിന്റെ മുമ്പിൽ ഒന്ന് പത്തിമണക്കാണ്. പക്ഷെ രാജാവിന് തോൽക്കാനും പാടില്ലല്ലോ. രാജാവ് പറഞ്ഞൊരു ഡിമാൻഡ് ഇതാണ്: എന്റെ തലയിൽ ചുംബിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. എന്റെ തലയിൽ ചുംബിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. ഒരാളുടെ തലയിൽ നമ്മൾ ചുംബിക്കുന്നത് എപ്പോഴാണ്? ഒരു ആദരവിന്റെ മൂർധന്യഭാവമാണത്. രാജാവിനോട് അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു അവர்கள் പറഞ്ഞു, ഞാൻ ചുംബിക്കാം, പക്ഷെ എന്നെ മാത്രമല്ല മുസ്ലിമീങ്ങളായി ഇവിടെ തടവിലുള്ള മുഴുവൻ തടവുപുള്ളികളെയും വെറുതെ വിടണം. രാജാവ് സമ്മതിച്ചു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നടന്നു, രാജാവിന്റെ തലയിൽ പിടിച്ചു, ചുംബിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സമക്ഷത്തിലേക്ക് മോചിപ്പിക്കപ്പെട്ട തടവുപുള്ളികളുമായി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ അസ്സഹ്മി റളിയല്ലാഹു തആല അൻഹു അവர்கள் നടന്നു വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നു. അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയിൽ പിടിച്ച് തിരിച്ചു ചുംബിച്ചു. എന്നിട്ട് മുഅ്മിനീങ്ങളായ സഹാബാക്കളോട് പറഞ്ഞു, ഹഖ്ഖുൻ അലാ കുല്ലി മുഅ്മിനിൻ അൻ യുഖബ്ബില റഅസ അബ്ദുല്ലാഹ്. മുഴുവൻ മുഅ്മിനീങ്ങളുടെയും കടമയാണ് അബ്ദുല്ലായുടെ തലയെ ചുംബിക്കൽ. എല്ലാവരും നിരന്ന് അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയെ ചുംബിച്ചു. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ ഇസ്സത്ത് അല്ലാഹു തആല വെക്കുന്നത് ദീനിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക്. അതല്ലാത്ത കാര്യങ്ങളിൽ നാം ഇസ്സത്തുമായി ചെന്നാൽ, ഇസ്സത്ത് തേടി ചെന്നാൽ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ. സഹോദരങ്ങളെ, ഈ ജനങ്ങൾ മുഴുവനും നമ്മുടെ മേൽ കുതിര കയറുകയേയുള്ളൂ. ഈ പറയുന്ന വിവാദങ്ങളാകുവാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഇതാണ് ഇപ്പോഴത്തെ സാമൂഹ്യ പശ്ചാത്തലം. എന്തും ഏതും ഇവർ വിവാദമാക്കും. ഈ അജണ്ടയുമായി നിൽക്കുന്നവർ വിവാദമാക്കും. മുഅ്മിനീങ്ങളായ നമ്മൾ അതിന് നമ്മുടെ ജീവിതം കൊണ്ടും ആശയങ്ങൾ കൊണ്ടും പ്രതിരോധം തീർക്കുക തന്നെ വേണം. അല്ലാഹു മനസ്സിലാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ധാരാളം സംഭാവനകളുണ്ട്.